വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. എക്സാലോജിക് വിവാദം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പോലീസ് അതിക്രമം അടക്കമുള്ള വിഷയങ്ങളുമായാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തുന്നത്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദവും കേന്ദ്രത്തിനെതിരായ സമരത്തിൽ പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നതുമാണ് ഭരണപക്ഷത്തിന്റെ ആയുധം. സംസ്ഥാന ചരിത്രത്തിൽ മുൻപെങ്കും കണ്ടിട്ടില്ലാത്ത വിധം ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെയാണ് നിയമസഭാ സമ്മേളനം ചേരുന്നത്. രാവിലെ 9 മണിക്ക് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടിയാണ് സഭാ സമ്മേളനം ആരംഭിക്കുക. 8:50 ഗവർണർ സഭയ്ക്ക് മുൻപിലെത്തും. മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും ചേർന്നാണ് ഗവർണറെ സ്വീകരിക്കേണ്ടത്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പരസ്പരം മുഖത്ത് നോക്കാതെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും പങ്കെടുത്തത്. സഭയിലേക്കെത്തുന്ന ഗവർണറുടെ നീക്കങ്ങൾ ശ്രദ്ധ പിടിച്ചുപറ്റും. മുഖ്യമന്ത്രി ബൊക്കെ നൽകി സ്വീകരിക്കുമ്പോൾ ഗവർണറുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന ആകാംക്ഷ സർക്കാരിനുമുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ ഗവർണർ വായിക്കുമോ എന്നതാണ് മറ്റൊരു കാര്യം. ഗവർണർ ഒഴിവാക്കിയാലും മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം സഭാരേഖയുടെ ഭാഗമാകും. സർക്കാരിനെതിരെ ഒരു പിടി വിവാദ വിഷയങ്ങളുമായിട്ടാണ് പ്രതിപക്ഷം നിയമസഭയിലേക്ക് എത്തുന്നത്. എക്സാലോജിക്കിലെ ROC റിപ്പോർട്ട് ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കും. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിലെ പോലീസ് നടപടികൾ സഭാതലത്തിൽ കത്തിപ്പടരും. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നതാണ് സർക്കാരിന്റെ പിടിവള്ളി. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ ID കാർഡ് വിവാദം ഭരണപക്ഷത്തിന് മറ്റൊരു പ്രതിരോധ വിഷയമാണ്. മാർച്ച് 27 വരെ നീണ്ടുനിൽക്കുന്ന സമ്മേളനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നണികളുടെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ തുടക്കമാകും. ഫെബ്രുവരി 5-നാണ് സംസ്ഥാന ബജറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ബജറ്റായതുകൊണ്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ജനകീയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് ആരംഭിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങുകയാണ് UDF. ആദ്യഘട്ടം ഉഭയകക്ഷി ചർച്ച. ആദ്യ കൂടിക്കാഴ്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെടും. പ്രാദേശിക എതിർപ്പുകളുണ്ടെങ്കിലും ആവശ്യം UDF പരിഗണിക്കാനാണ് സാധ്യത. 29-നാണ് മുസ്ലിം ലീഗുമായുള്ള ചർച്ച. ലീഗ് മൂന്നാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെട്ടാൽ ചർച്ച നീളും. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് ആവശ്യപ്പെടാനാണ് ലീഗിന്റെ തീരുമാനം. എന്നാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നെങ്കിൽ 2 സീറ്റിൽ തൃപ്തരാവും. 30-ന് RSPയുമായുള്ള ചർച്ച. കൊല്ലം സീറ്റ് ഇത്തവണയും RSPക്ക് തന്നെ നൽകും. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവുമായും 30-ന് ചർച്ച നടത്തും. കേരള ഡെമോക്രാറ്റിക് പാർട്ടി, JSS എന്നിവരുമായി 31-നാണ് ചർച്ച. ഫെബ്രുവരി 1-ന് CMB, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഈ പാർട്ടികളുമായി ജില്ലകളിലെ പ്രശ്നങ്ങളാകും ചർച്ച ചെയ്യുക. എളുപ്പത്തിൽ ചർച്ച പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും. 24 തിരുവനന്തപുരം. മസാല ബോണ്ട് കേസ് അന്വേഷണത്തിൽ ED സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അന്വേഷണത്തിന് തടയിടാൻ കിഫ്ബിയുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുന്നുവെന്ന് ED ഇന്നലെ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. സാധ്യമായ വഴികളിലൂടെ അന്വേഷണം തടസ്സപ്പെടുത്താനാണ് കിഫ്ബിയുടെ ശ്രമം. 10 മാസത്തിലേറെയായി പലതവണ കിഫ്ബി ഉദ്യോഗസ്ഥർ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. കിഫ്ബി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. ആവശ്യപ്പെട്ട രേഖകൾ പോലും കിഫ്ബി നൽകുന്നില്ലെന്നും സമൻസ് ചോദ്യം ചെയ്തുള്ള കിഫ്ബി ഹർജി തള്ളണമെന്നും ED സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഹാജരാക്കിയ രേഖകൾ തന്നെയാണ് ED ആവശ്യപ്പെടുന്നതെന്നാണ് ഹർജിയിൽ കിഫ്ബിയുടെ വാദം. കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ S. അനീഷയുടെ ആത്മഹത്യയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഇന്ന് ഏറ്റെടുക്കും. അനീഷയുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഉടൻ മൊഴി രേഖപ്പെടുത്തും. കേസിൽ ആരോപണ വിധേയരായവരുടെ മൊഴി എടുക്കാത്തതും പ്രതി ചേർക്കാത്തതുമായ പോലീസ് സമീപനം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് നീക്കം ഏറെ നിർണായകമാവും. കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ച് ACP സക്കറിയ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. UDFന്റെ നേതൃത്വത്തിൽ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. ഇന്നലെ ചാണ്ടിയുമ്മൻ MLA ജോസഫിന്റെ വീട് സന്ദർശിച്ചിരുന്നു. അതേസമയം ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി ഇന്ന് മാധ്യമങ്ങളെ കാണും. പെൻഷൻ മുടങ്ങിയതിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പഞ്ചായത്തിൽ കത്ത് നൽകിയതിനു ശേഷമായിരുന്നു ജോസഫ് ജീവനൊടുക്കിയത്.
വയനാട്ടിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കരടി കാട്ടിലേക്ക് കയറിയതായി നിഗമനം. പനമരത്ത് നിന്ന് അമ്മാനിയിലെ വനമേഖലയിലേക്ക് കയറിയതായാണ് സംശയം. ഇന്നലെ പകൽ കരടിയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അഭ്യൂഹങ്ങൾ മാത്രമാണ് പ്രചരിച്ചിരുന്നത്. കരടി ജനവാസ മേഖലയിൽ എത്തുകയാണെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് വനം വകുപ്പിന്റെ ശ്രമം. 4 ദിവസം മുമ്പാണ് കുറുവ ദ്വീപിനടുത്തുള്ള പയ്യമ്പിള്ളിയിലെ ജനവാസ മേഖലയിൽ കരടി എത്തുന്നത്. മാനന്തവാടി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലും എടവക, വെള്ളമുണ്ട പഞ്ചായത്തുകളിലും കരടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്നലെയാണ് കരടി പനമര മേഖലയിലേക്ക് കടന്നത്. BJP OBC മോർച്ച നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് പറയാനുള്ളത് കോടതി ഇന്ന് നേരിട്ട് കേൾക്കും. ഇതിനായി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഇതിനുശേഷം ശിക്ഷ വിധിക്കുന്ന തീയതി പ്രഖ്യാപിക്കും. കേസിലെ 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ആഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം പ്രതികളുടെ മാനസിക നില കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് പരിശോധിച്ചിരുന്നു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് കേസ് പരിഗണിക്കുന്നത്. കോൺഗ്രസുമായി സഖ്യമില്ലെന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ബംഗാളിലേക്ക് പ്രവേശിക്കും. 8 ദിവസം നീണ്ട അസമിലെ പര്യടനം ഇന്ന് പൂർത്തിയാക്കും. അസമിലെ ദുബ്രിയിലെ ഗോളക്ഗഞ്ചിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര രാവിലെ 9 മണിയോടെ ബംഗാളിൽ പ്രവേശിക്കും. കുച്ച് ബിഹാരിലൂടെ ബക്സിർ ഹട്ടിൽ വെച്ച് ബംഗാൾ PCC അധ്യക്ഷൻ അധർ രഞ്ജൻ ചൌധരി പതാക ഏറ്റുവാങ്ങും. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, CPIM എന്നീ പാർട്ടികളെ യാത്രയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും തൃണമൂൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. യാത്രയ്ക്കിടെ അസമിലുണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അറസ്റ്റ് ചെയ്യുമെന്ന് അസം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കർശന നിയന്ത്രണങ്ങളുമായി KSEB. ഇതുവരെ തുടങ്ങാത്ത എല്ലാ പദ്ധതികളും മാറ്റിവെക്കാൻ ചെയർമാൻ നിർദ്ദേശം നൽകി. ദീർഘകാല കരാർ റദ്ദാക്കിയതും മഴ ലഭിക്കാത്തതുമാണ് പ്രതിസന്ധി. അടുത്ത വർഷത്തേക്ക് നിശ്ചയിച്ച പദ്ധതികൾ പുനഃപരിശോധിക്കാനും നിർദ്ദേശം നൽകി. VA ഗിരീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗിരീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കീർത്തന, വൈദ്യുതി ബോർഡിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതിന് പ്രധാന കാരണമായി KSEB ചൂണ്ടിക്കാണിക്കുന്നത് ദീർഘകാല കരാർ റദ്ദാക്കിയതും അതോടൊപ്പം തന്നെ മഴ ലഭ്യമല്ലാത്തതുമാണ്. അതോടൊപ്പം സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും വൈദ്യുതി കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന് കാരണം. അതോടൊപ്പം തന്നെ ഇതിന് ചില കർശനമായ നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ ചെയർമാൻ നൽകിയിട്ടുണ്ട്. ഇതുവരെ തുടങ്ങാത്ത എല്ലാ പദ്ധതികളും മാറ്റിവെക്കുന്നതിനാണ് ഇപ്പോൾ ചെയർമാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ നടക്കുന്ന പദ്ധതികളിൽ മാർച്ച് 31 മുമ്പ് പൂർത്തിയാക്കുന്നവയ്ക്ക് മാത്രം മുൻഗണന നൽകണം. അടുത്ത വർഷത്തേക്ക് നിശ്ചയിച്ച പദ്ധതികൾ എല്ലാം തന്നെ പുനഃപരിശോധിക്കണം. നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ ഫണ്ട് ആവശ്യകത മുൻകൂട്ടി അറിയിക്കണം. അതോടൊപ്പം തന്നെ പദ്ധതികൾക്ക് മുൻഗണനാക്രമം നിശ്ചയിക്കുകയും ഇത്തരത്തിൽ പദ്ധതികൾ നിരന്തരം മോണിറ്റർ ചെയ്യുകയും കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും വേണം എന്നുള്ളതാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് ചെയർമാൻ ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. കീർത്തന, ശരി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കർശന നിയന്ത്രണങ്ങളുമായി KSEB ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ചെയർമാൻ നൽകി കഴിഞ്ഞു. VA ഗിരീഷാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഫെമ കേസിൽ ബിനീഷ് കോടിയേരി ഹാജരാക്കിയ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി പരിശോധിക്കും. ആവശ്യമെങ്കിൽ ബിനീഷിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ED നീക്കം. കേസിൽ കഴിഞ്ഞ ദിവസം 9 മണിക്കൂർ ബിനീഷിനെ ED ചോദ്യം ചെയ്തിരുന്നു. ബിനീഷ് കോടിയേരിക്ക് പങ്കാളിത്തമുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നും ED പരിശോധിക്കുന്നുണ്ട്. കൊല്ലം ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിക്കുക. ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അടുത്തയാഴ്ച കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. തട്ടിക്കൊണ്ടുപോകലിന് 2 മാസം തികയുന്ന ജനുവരി 27 മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ക്രൈംബ്രാഞ്ച് DYSP MM ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്നത്. ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതാകുമാരി, മകൾ അനുപമ എന്നിവരാണ് കേസിലെ പ്രതികൾ. പ്രതികളെ 7 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. പുളിയറയിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആൾ, കുളമടയിൽ ചായക്കടയിൽ പ്രതികളെത്തിയ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ, ചായക്കടയുടമയായ സ്ത്രീ,
ഫാം ഹൗസ് ജീവനക്കാരി തുടങ്ങിയ സാക്ഷികളിൽ നിന്നുള്ള മൊഴികളും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയുടെ ഭാഗമായിരുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടാനും വയോധികരിൽ നിന്ന് ആഭരണം തട്ടാനും അടക്കം തയ്യാറാക്കിയ പദ്ധതികൾ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നതാണ് കേസിലെ നിർണായകമായ തെളിവ്. ഇവയെല്ലാം വിശദമായി പരിശോധിച്ചാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. കേസിൽ ശേഖരിച്ച തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും കുറ്റപത്രത്തിന്റെ ഭാഗമാകും. ഓയൂരിൽ നിന്ന് കുട്ടിയുമായി സഞ്ചരിച്ച വഴികൾ, വ്യാജ നമ്പർ പ്ലേറ്റ് തയ്യാറാക്കിയ സ്ഥലം, ഫാം ഹൗസ്, കുട്ടിയുടെ പെൻസിൽ ബോക്സ് വലിച്ചെറിഞ്ഞ ഇടം, തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ച ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നത്തെ വീട്, തെങ്ങുവിളയിലെ ഫാം ഹൗസ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം നിർണായക വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ബാലികയെ തട്ടിക്കൊണ്ടുപോകൽ, അന്യായമായി തടവിൽ പാർപ്പിക്കൽ, മുറിവേൽപ്പിക്കൽ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 361, 363, 370, 4, 323, 34, 201 വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകുന്നതോടെ വിചാരണ കഴിയുന്നതുവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതികൾ ജയിലിൽ കഴിയേണ്ടി വരും. കേരളത്തെ നടുക്കിയ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകി. കേസിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് 2023 ഏപ്രിൽ 14 സ്വാഭാവിക മരണമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ നിഗമനം. എന്നാൽ ബന്ധുക്കളിൽ നിന്ന് പലതവണയായി ഗഫൂർ ഹാജി ശേഖരിച്ച 596 പവൻ സ്വർണം നഷ്ടമായെന്ന് കണ്ടെത്തിയതോടെ ദുരൂഹത ഉയർന്നു. മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാനാകുമെന്ന് വിശ്വസിപ്പിച്ച് ഒരു യുവതിയും ഭർത്താവും സ്വർണം തട്ടിയെടുത്തുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇത് വ്യക്തമാക്കുന്ന തെളിവുകൾ ഉണ്ടായിട്ടും ബേക്കൽ പോലീസിന്റെ അന്വേഷണം അവരിലേക്ക് എത്തിയില്ലെന്ന് ആക്ഷൻ കമ്മിറ്റിയും ആരോപിക്കുന്നു. അദ്ദേഹം ഒരു ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ സംശയമില്ല. ഈ കുടുംബത്തിനെ എന്തുകൊണ്ട് മാറ്റിപ്പാർപ്പിച്ചു? അപ്പം ഞങ്ങൾ സംശയിക്കുന്ന പ്രതി എന്ന് പറയുന്ന ആളുകൾ ഇവർക്ക് നൽകിയ, ഗഫൂർ ഹാജിക്ക് നൽകിയ പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ്. പിന്നീട് അവിടെ ഉണ്ടായ CC ക്യാമറ, അവിടെ ഇത് ഓഫാണ്, അത് കേടുപറ്റിയതല്ല, അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൽ ഏറ്റവും പ്രമാദമായ തെളിവാണ്. എന്തുകൊണ്ട് പോലീസ് ഇത് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള സംശയം. മന്ത്രവാദ സംഘമെന്ന് ആരോപിക്കപ്പെട്ട യുവതിയെയും ഭർത്താവിനെയും പലതവണ ചോദ്യം ചെയ്തുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. നുണപരിശോധനക്കായി യുവതിയുടെ ഭർത്താവ് തയ്യാറാണെന്നും കോടതി ഉത്തരവ് ലഭിച്ചാൽ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് പറയുന്നു. അതേസമയം CBI അന്വേഷണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഗഫൂർ ഹാജിയുടെ കുടുംബം. 24 കാസർഗോഡ്. ഇന്ന് ദേശീയ വിനോദസഞ്ചാര ദിനമാണ്. സുസ്ഥിര യാത്രകളും അനന്തമായ ഓർമ്മകളും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. അറിയാം വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രാധാന്യവും വിശേഷങ്ങളും. ഐക്യരാഷ്ട്രസഭ വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ 1970 മുതലാണ് വിനോദസഞ്ചാര ദിനം ആചരിച്ചു തുടങ്ങുന്നത്. ലോകത്തെ വിവിധ പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണം മുതൽ എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നതും ഈ ദിവസത്തിന്റെ ലക്ഷ്യമാണ്. ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം മുൻവർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എത്തിയത് ബംഗ്ലാദേശിൽ നിന്നുള്ള സഞ്ചാരികളാണ്. തൊട്ടുപിന്നിൽ ഓസ്ട്രേലിയയും ബ്രിട്ടനുമുണ്ട്. ഇക്കാലയളവിൽ ഇന്ത്യയിലെത്തിയ കൂടുതൽ പേരുടെയും ഇഷ്ടകേന്ദ്രമായി മാറിയത് ഡൽഹിയാണ്. 30% പേരാണ് ഡൽഹി സന്ദർശിച്ചത്. വിനോദത്തിന് പുറമെ ബിസിനസ്, ചികിത്സ, തൊഴിൽ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കും ഇന്ത്യ തെരഞ്ഞെടുത്തവർ നിരവധി. ഇന്ത്യയിൽ നിന്നുള്ളവർ ഏറ്റവും അധികം യാത്ര ചെയ്തത് UAE-യിലേക്കാണ്. 25.65% പേരാണ് UAE-യിലേക്ക് യാത്ര ചെയ്തത്. രാജ്യത്ത് മതാധിഷ്ഠിത ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ 2014 മുതൽ പ്രസാദ് സ്കീമും നിലവിലുണ്ട്. റിസർച്ച് ഡെസ്ക് 24. നവീകരണത്തിന് പിന്നാലെ തകർന്ന കോഴിക്കോട് മാവൂർ കൂളിമാട് റോഡിൽ വീണ്ടും അറ്റകുറ്റപ്പണി ആരംഭിച്ചു. കൂളിമാട് ഭാഗത്താണ് കരാറുകാർ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷിക്കുകയും 2 പേർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. 6 കോടി രൂപ ചിലവഴിച്ച് നവീകരിച്ച 8 കിലോമീറ്റർ റോഡ് 6 ദിവസത്തിനകമാണ് തകർന്നത്. റോഡിന്റെ പല ഭാഗങ്ങളിലായി ടാറിംഗ് പൊളിയുകയും ഇളകി മാറുകയും ചെയ്തിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഈ ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയാണ് ഇപ്പോൾ ടാറിംഗ് ആരംഭിച്ചത്. നേരത്തെ റോഡ് നവീകരണം പൂർത്തിയായെങ്കിലും കരാറുകാരന് തുക കൈമാറിയിരുന്നില്ല. വിജിലൻസിന്റെ അന്വേഷണത്തിൽ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതായി കണ്ടെത്തിയതോടെ
റോഡിന്റെ പ്രവൃത്തി വീണ്ടും നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. മേൽനോട്ടത്തിൽ വീഴ്ച വരുത്തിയ 2 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 കോഴിക്കോട്. 5 വർഷം കൊണ്ട് മറുനാടൻ മലയാളികളുടെ വാർത്താശീലങ്ങളെ മാറ്റിയെടുക്കാൻ 24-ന് സാധിച്ചു. വാർത്താ ചാനൽ ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്ന പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനവും ഏറെ പ്രാധാന്യത്തോടെയാണ് എല്ലാവരും കാണുന്നത്. ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ അതൊന്നു നോക്കാനുള്ള കൗതുകമായിരുന്നു മറുനാടൻ മലയാളികൾക്ക് ആദ്യമുണ്ടായത്. എന്നാൽ പിന്നീടത് ജീവിതത്തിന്റെ ഭാഗമാവുകയായിരുന്നു. കോവിഡ് കാലത്തും മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ 24 മുന്നോട്ടുവെച്ച പ്രവർത്തന ശൈലി തന്നെയാണ് അതിന്റെ പ്രധാന കാരണമായി മാറിയതും. കൊറോണ ലോക്ക്ഡൌണിൻ്റെ സമയത്തെല്ലാം വാർത്തകൾ കൂടുതലും അറിഞ്ഞിരുന്നത് ഞാൻ 24 ന്യൂസിലൂടെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 24 എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ചാനൽ തന്നെയാണ്. കേരളത്തിലെ പ്രേക്ഷകരും വാർത്തകൾക്ക് കൂടുതലായിട്ട് ആശ്രയിക്കുന്നു 24-നെ. മറുനാട്ടിലെ ഞങ്ങളെപ്പോലുള്ള മറുനാട്ടിലെ ആളുകളെ സംബന്ധിച്ചും അത് തന്നെയാണ് കാരണം. വാർത്തകൾക്കായിട്ട് ഞങ്ങൾ 24 കാണാനായിട്ട് ശ്രമിക്കുന്നു. ഒരു വാർത്താ ചാനൽ ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്ന പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനവും ഏറെ പ്രാധാന്യത്തോടെയാണ് എല്ലാവരും കാണുന്നത്. സ്വീകരണ മുറികളിലെത്തിയിരുന്ന എല്ലാ അവതാരകരെയും നേരിൽ കാണാനും സംവദിക്കാനുമുള്ള അവസരം. ഒരു ടെലിവിഷൻ ചാനൽ കാണുന്നു എന്ന ഒറ്റ കാരണത്താൽ ഒന്നു ചേർക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ. ആ പ്രത്യേകത 24-ന്റെ തുടർന്നുള്ള വളർച്ചയ്ക്ക് ഏറെ പ്രയോജനപ്പെടും. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ചാനൽ പ്രേക്ഷകരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി നടത്തുന്നത്. അത് എറണാകുളത്ത് വെച്ചാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും ഞാനും ആ പരിപാടിയിൽ പങ്കെടുക്കും എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രേക്ഷകരുടെ ഒരു സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള സമ്മേളനം, അതും വലിയ ഒരു ആശയമാണ്. ഈ ആശയമൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും കൂടുതൽ ജനകീയമായിട്ട് 24-ന് പോകാൻ കഴിയും. ആ സമ്മേളനത്തിന് മറുനാട്ടിലെ എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ട് എല്ലാ ആശംസകളും നേരുകയാണ്. ഈ മാസം 28-ന് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് 24 പ്രേക്ഷകരുടെ ആദ്യ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ചെന്നൈ. 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തെ പ്രശംസിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. 24-ന്റേത് ജനാധിപത്യപരമായ നീക്കമാണെന്ന് ബിനോയ് വിശ്വം. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള 24-ന്റെ പ്രവർത്തനം മഹത്തായ സേവനമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-യും പറഞ്ഞു. ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 24 പ്രേക്ഷകരുടെ സമ്മേളനത്തിന് പിന്തുണയേറുകയാണ്. 5 വർഷം കൊണ്ട് ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയമായ 24 പ്രേക്ഷക സമ്മേളനം നടത്തുന്നത് ജനാധിപത്യപരമായ നീക്കമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാ മാധ്യമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. ആ ജനങ്ങളെ ചേർത്ത് പിടിച്ച് പിന്നിട്ട 5 വർഷം വിലയിരുത്തുന്നത് അർത്ഥവത്താണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാ ചാനലിൻ്റെയും നൽപ്പതിൽപ്പുകളെപ്പറ്റി അവസാനത്തെ വാക്ക് പറയേണ്ടത് പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ചാനൽ അതിൻ്റെ 5 കൊല്ലത്തെ ഒരു സ്റ്റോക്ക് ടേക്കിംഗ്, അതിൻ്റെ വിജയാപജയങ്ങളെ പറ്റിയുള്ള വിലയിരുത്തലിന് വേണ്ടി പ്രേക്ഷകരെ വിളിക്കുന്നു. അതിനൊരർത്ഥമുണ്ട്. കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് ആശംസ നേർന്നു. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും 24-ന്റെ കണ്ണെത്തുന്നുണ്ടെന്നും സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള 24-ന്റെ സേവനം മഹത്തരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമൂഹത്തിന്റെ സർവതല സ്പർശിയായ എല്ലാ കാര്യങ്ങളിലും 24-ന്റെ കണ്ണെത്താറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമൂഹ്യ നീതിക്ക് വേണ്ടി ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ അധികൃതരുടെ മുമ്പിൽ എത്തുന്നതിന് വേണ്ടി ഒക്കെ കഴിഞ്ഞ 5 കൊല്ലക്കാലമായി 24 അനുഷ്ഠിച്ചിട്ടുള്ള മഹത്തരമായ സേവനത്തെ ഞാൻ ഒരിക്കൽ കൂടി ശ്ലാഘിക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ 24 പ്രേക്ഷക സമ്മേളനത്തിന് ആശംസകളുമായി എത്തുന്നുണ്ട്. ഈ മാസം 28-ന് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സംസ്ഥാന സമ്മേളനം. ഇതിനോടകം നിരവധി പ്രേക്ഷകർ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24 കോട്ടയം. കൊച്ചിയിൽ വീണ്ടും ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് പച്ചക്കൊടി ഉയരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം അത്താണിയിലാണ് നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിന് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി എന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ തരിശ് ഭൂമിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി ഒരുങ്ങുന്നത്. ഇടക്കൊച്ചിയിലെ നിയമക്കുരുക്കിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്തുള്ള അത്താണിയിൽ 40 ഏക്കർ വരുന്ന ഈ സ്ഥലം KCA കണ്ടെത്തിയിട്ടുള്ളത്. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ തട്ടിയാണ് ഇടക്കൊച്ചിയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന നീക്കം പാളിയത്. ഇത്തവണ ആ പ്രശ്നമില്ല.
അത്താണി ചെങ്ങമനാട് 40 ഏക്കർ സ്ഥലം സ്പോർട്സ് സിറ്റിക്ക് അനുയോജ്യം. 7 സ്വകാര്യ വ്യക്തികളുടെയും 3 കമ്പനികളുടെയും ഉടമസ്ഥതയിലുള്ളതാണ് സ്റ്റേഡിയത്തിനായി കണ്ടെത്തിയ ഭൂമി. ഭൂവുടമകളുമായി ചർച്ച ചെയ്ത് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പദ്ധതി ഉടൻ തയ്യാറാക്കും. സ്പോർട്സ് സിറ്റിയോട് പൊതുവെ അനുകൂല നിലപാടാണ് പ്രദേശവാസികൾക്കും. ഈ പ്രപ്പോസൽ വെച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ അതിനെ സ്വാഗതം ചെയ്യുന്നു, ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും സ്റ്റേഡിയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് ഒത്തിരി ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് ഈ സ്റ്റേഡിയം തന്നെ അവർ പ്രപ്പോസ് ചെയ്യാൻ കാരണം ഇന്റർനാഷണൽ സ്റ്റേഡിയം, നാഷണൽ ഹൈവേ ഒക്കെ വന്നതുകൊണ്ടാണ് BCCI, KCA ഇവിടെ ഈ സ്റ്റേഡിയം പ്രപ്പോസ് ചെയ്യാനുള്ള കാര്യം തന്നെ. 750 കോടിയാണ് പദ്ധതിക്ക് ചെലവാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തുക. അടുത്ത വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് KCAയുടെ ആലോചന. സ്റ്റേഡിയത്തിന് BCCIയുടെയും അംഗീകാരം ലഭിച്ചതായി KCA പ്രസിഡന്റ് അറിയിച്ചു. നിലവിൽ സ്പോർട്സ് സിറ്റിക്കായുള്ള പദ്ധതി രേഖ മാത്രമാണ് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. ഇനി പരിസ്ഥിതിക്ക് അനുയോജ്യമാണോ എന്ന് പഠനം നടത്തണം, സ്ഥലം ഏറ്റെടുക്കണം. അങ്ങനെ കടമ്പകൾ ഏറെയാണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ കൊച്ചിക്കുള്ള സ്ഥാനം ഇരട്ടിയാകും. കൊച്ചിയിൽ നിന്നും അഭിത്തിനൊപ്പം അജീഷ് ജയകുമാർ, 24. അന്തരിച്ച മുൻ ധനമന്ത്രി KM മാണിയുടെ ആത്മകഥ ഇന്ന് പ്രകാശനം ചെയ്യും. നിയമസഭാ മന്ദിരത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആത്മകഥ എന്ന പേരിലുള്ള പുസ്തകം പ്രകാശനം ചെയ്യുക. സ്പീക്കർ AN ഷംസീർ ആദ്യ പ്രതി സ്വീകരിക്കും. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. 54 വർഷം പാലാ നിയോജക മണ്ഡലത്തെ തുടർച്ചയായി നിയമസഭയിൽ പ്രതിനിധീകരിച്ച KM മാണിയുടെ ആത്മകഥയ്ക്ക് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ കഥ പറയാനുണ്ട്. ബാർക്കോഴയിൽ കോൺഗ്രസ് നേതാക്കളെ വിമർശിക്കുന്ന ചില കാര്യങ്ങളും ആത്മകഥയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. UAEയിൽ പുതിയ വിസ ക്വാട്ടയുടെ 20% വ്യത്യസ്ത രാജ്യക്കാരെ നിയമിക്കണമെന്ന നിർദ്ദേശത്തിൽ ഇളവ് ലഭിച്ചതായി സൂചന. ഇന്ത്യ, പാകിസ്ഥാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യക്കാരുടെ തൊഴിലനുമതി അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയെന്നും വിസ അനുവദിച്ചെന്നും വിസ സേവനദാതാക്കൾ വ്യക്തമാക്കി. നേരത്തെ UAEയിൽ കമ്പനികൾ വിസ ക്വാട്ടകളുടെ അംഗീകാരത്തിനായി മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയത്തിൽ പുതിയ അപേക്ഷ നൽകിയപ്പോഴായിരുന്നു നിയമത്തിലെ മാറ്റം ശ്രദ്ധയിൽപ്പെട്ടത്. തൊഴിലിടത്തിൽ എല്ലാ രാജ്യക്കാർക്കും തുല്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പുതിയ വിസ ക്വാട്ടയുടെ 20% വ്യത്യസ്ത രാജ്യക്കാരാകണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇന്ത്യക്കാരടക്കമുള്ളവരുടെ വിസ നടപടികൾക്ക് നിലവിൽ തടസ്സങ്ങളില്ല എന്ന് വിസ സേവനദാതാക്കൾ അറിയിച്ചു. നിലവിൽ UAEയിൽ ഇന്ത്യൻ തൊഴിൽ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു ആശയക്കുഴപ്പം ഇന്നത്തെ വാർത്തയോടുകൂടി ഒരു താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. നിലവിൽ പെൻഡിങ്ങിലുണ്ടായിരുന്ന തൊഴിൽ വിസകളെല്ലാം പാസ്സായി തുടങ്ങിയിട്ടുണ്ട്. മറ്റ് റിമാർക്കുകളൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് പുതിയ തൊഴിൽ അന്വേഷകർക്കൊക്കെ വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വിശദീകരണം ലഭ്യമായിട്ടില്ല. എല്ലാ രാജ്യക്കാരുടെയും വർക്ക് പെർമിറ്റ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് മന്ത്രാലയം കോൾ സെന്റർ അറിയിച്ചത്. അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത് മലയാളികളടക്കമുള്ള നിരവധി പ്രവാസികൾക്ക് ആശ്വാസമാകും. 24 ദുബായ്. ഇതോടെ പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്.